നമസ്കാരം. ദൈവദശകൻ TV സൺഡേ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാരതത്തിലെ സന്യാസ വിശ്വാസം പൊളിച്ചെഴുതിയത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് സ്വാമി സച്ചിദാനന്ദ. മുനി നാരായണ പ്രസാദ് രചിച്ച കൃതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതലത്തിൽ എഴുത്തുപരീക്ഷ. SNDP യോഗത്തിന്റെ 122ാമത് സ്ഥാപക ദിനാഘോഷ സമ്മേളനം കോട്ടയത്ത്. ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ മകരപ്പോയ മഹോത്സവം. മുത്തം ഗുരുദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊളിച്ച് മോഷണം. SNDP യോഗം സ്ഥാപക ദിനാഘോഷം സഭവിള ശ്രീനാരായണ ആശ്രമത്തിൽ. തൊടുപുഴ കല്ലൂർ ശാഖയിലെ ഗുരുദർശനം കുടുംബയോഗം വാർഷികം. നെടുങ്കണ്ടം യൂണിയൻ യോഗത്തിന്റെ 122ാമത് ജന്മദിനാഘോഷവും പോഷക സംഘടനകളുടെ ഒരു വിപുലീകരണവും. പൂമാല ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക പൊതുയോഗം. വാർത്തകൾ വിശദമായി. ഭാരതത്തിലെ സന്യാസി വിശ്വാസം പൊളിച്ചെഴുതിയത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ധർമ്മസംഘം ട്രസ്റ്റിന്റെ സ്ഥാപക ദിനം കൂർക്കഞ്ചേരി ശ്രീനാരായണ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി. വൈദികമോ ലൗകികമോ ആയ യാതൊരു കർമ്മവും സന്യാസിക്കില്ലെന്നാണ് പരമ്പരാഗത നിർവചനം. ഭഗവത്ഗീതയും ഭാരതീയ വേദാന്ത ശാസ്ത്രവും കർമ്മം ഇല്ലെന്നു പറയുന്നു. എന്നാൽ സന്യാസി ത്യാഗിയാണെന്നാണ് ഗുരുദേവ മാർഗം. പരോപകാരി എന്നായിരുന്നു ശ്രീനാരായണ ഗുരു സന്യാസത്തിന് നൽകിയ പുതിയ നിർവചനമെന്നും സ്വാമി സച്ചിദാനന്ദ വിശദീകരിച്ചു. ആത്മീയതയ്ക്കൊപ്പം ഭൗതികതയും സന്യാസത്തിൽ സമന്വയിപ്പിക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. ഇതേസമയം പരമ്പരാഗത സന്യാസത്തിലെ നല്ല വശങ്ങളെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സ്വതന്ത്ര ചിന്തയും ആധ്യാത്മിക മാർഗവും ശക്തമായി പ്രചരിപ്പിക്കുന്നത് ധർമ്മസംഘം ട്രസ്റ്റിന്റെ സന്യാസി സംഘമാണെന്നും സ്വാമി സച്ചിദാനന്ദ കൂട്ടിച്ചേർത്തു. ശിവഗിരി ധർമ്മസംഘം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ അധ്യക്ഷനായി. ട്രഷറർ സ്വാമി ശാരദാനന്ദ, മുൻ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എന്നിവർ പങ്കെടുത്തു. SNDP യോഗം പ്രസിഡന്റ് വിനീഷ് തയ്യിൽ സ്വാഗതവും ജിനേഷ് നന്ദിയും പറഞ്ഞു. ധർമ്മസംഘം ട്രസ്റ്റ് തുടക്കം കുറിച്ച കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള പ്ലാവിൻചോട്ടിൽ സ്വാമി സച്ചിദാനന്ദ ഭദ്രദീപം തെളിച്ചു. ഭരണശാലയിൽ ഗുരുദേവ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു പരിപാടിയുടെ തുടക്കം. പരിപാടിയിൽ ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. വർക്കല നാരായണ ഗുരുകുല അധ്യക്ഷൻ ഗുരുമുനി നാരായണ പ്രസാദ് രചിച്ച കുട്ടികളുടെ നാരായണ ഗുരു അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്നീ കൃതികളെ ആസ്പദമാക്കി നാരായണ ഗുരുകുലം ജില്ലാ സ്റ്റഡി സർക്കിളുകളും പാക്കിൽ ഹോം സ്റ്റഡീസ് സെന്ററും സംസ്ഥാന തലത്തിൽ എഴുത്തുപരീക്ഷ സംഘടിപ്പിച്ചു. 58ഓളം സെന്ററുകളിൽ നടന്ന എഴുത്തുപരീക്ഷയിൽ 3275 പേർ പങ്കെടുത്തു. കുട്ടികളുടെ നാരായണ ഗുരുവിൽ 6.5 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ഉള്ളവരെ ഉൾപ്പെടുത്തി. അറിവിന്റെ ആദ്യ പാഠങ്ങളിൽ 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെയും ഇതിൽ 16 വയസ്സ് മുതൽ പ്രായഭേദമില്ലാതെ ഏവർക്കും പങ്കെടുക്കാമായിരുന്നു. കുട്ടികളുടെ നാരായണ ഗുരു എഴുത്തുപരീക്ഷാ വിഭാഗത്തിൽ 2 ലക്ഷം രൂപയും അറിവിന്റെ ആദ്യ പാഠങ്ങൾ എഴുത്തുപരീക്ഷാ വിഭാഗത്തിൽ 4 ലക്ഷം രൂപയുമാണ് ക്യാഷ് അവാർഡ്.
75% മുകളിൽ മാർക്ക് നേടുന്നവർ വിജയികളാകും. വിജയികൾക്ക് സമ്മാനത്തുക തുല്യമായി വീതിച്ചു നൽകുമെന്ന് ശ്രീനാരായണ ഗുരു ഹോം സ്റ്റഡി സെന്റർ ഡയറക്ടർ പി.കെ. ശിവപ്രസാദ് പറഞ്ഞു. വർക്കല ഗുരുകുല സെന്ററിൽ നടന്ന എഴുത്തുപരീക്ഷയിൽ ഒരു കുടുംബത്തിലെ 3 തലമുറയിൽപ്പെട്ട 5 അംഗങ്ങൾ പങ്കെടുത്തു. ഉഷാകുമാരി, നൌഷാറാണി, അരുൺ ഈശ്വർ, ഭരത് എന്നിവരാണ് എഴുത്തുപരീക്ഷയിൽ പങ്കെടുത്തത്. SNDP യോഗത്തിന്റെ 122ാമത് സ്ഥാപക ദിനാഘോഷ സമ്മേളനം കോട്ടയം യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാഗമ്പടം ശിവഗിരി തീർത്ഥാടനാനുമതി സ്മാരക പവലിയനിൽ നടന്നു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സന്ദീപ് പച്ചേൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ലിനീഷ് ടി ആക്കളം അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് M. മധു ആമുഖ പ്രസംഗം നടത്തി. യോഗം കൌൺസിലർ A.G. തങ്കപ്പൻ, കോട്ടയം യൂണിയൻ സെക്രട്ടറി R. രാജീവ് എന്നിവർ സ്ഥാപക ദിന സന്ദേശവും നൽകി. സ്ഥാപക ദിനത്തിന്റെ സന്തോഷം കേക്ക് മുറിച്ചും 122 ബലൂണുകൾ പറത്തിയും ആഘോഷിച്ചു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് കുമാർ മണലേൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനിൽ കണ്ണാടി, യോഗം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ശാന്താറാം റോയിത്തോളു, യോഗം സൈബർ സേന കൺവീനർ ഷെൻ സഹദേവൻ, യൂത്ത് മൂവ്മെന്റ് കോട്ടയം ജില്ലാ ചെയർമാൻ ശ്രീദേവ് കെ ദാസ്, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗങ്ങളായ ബിബിൻ ഷാൻ, യുജീഷ് ഗോപി, യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അനന്തൻ ചിറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ശിവഗിരി തീർത്ഥാടന പദയാത്ര 25 വർഷം തുടർച്ചയായി നടത്തിയ യൂത്ത് മൂവ്മെന്റ് തെക്കൻ മേഖലാ ചെയർമാൻ ബീന മോഹനെയും കഴിഞ്ഞ 22 വർഷമായി ശിവഗിരി തീർത്ഥാടന പദയാത്ര വിജയകരമായി നടത്തിവരുന്ന പാമ്പാടി യൂത്ത് മൂവ്മെന്റ് യൂണിറ്റിനെയും ആദരിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി M.S. സുമോ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സനോജ് ജോനകം വിരുതിൽ നന്ദിയും പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ പ്രതിഷ്ഠ നടത്തിയ ഇടപ്പാണ്ടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ മകരപ്പൂയ മഹോത്സവം 20-ന് കൊടിയേറും. വിവിധ ക്ഷേത്രാചാര പൂജകൾക്ക് പുറമെ വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടാകും. SNDP യോഗം 229 നമ്പർ മുട്ടൻ ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചു. ഇന്നലെ രാവിലെ പൂജാരി എത്തിയപ്പോഴാണ് കാണിക്കവഞ്ചി പൊളിച്ചതായി കണ്ടത്. 2 മാസം മുൻപാണ് വഞ്ചി അവസാനമായി തുറന്നത്. 10,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ശാഖാ ഭാരവാഹികൾ അറിയിച്ചു. ശാഖാ സെക്രട്ടറി അഖിൽ വി ദേവൻ പന്തളം പോലീസിൽ പരാതി നൽകി. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. SNDP യോഗം സ്ഥാപക ദിനാഘോഷം സഭവിള ശ്രീനാരായണാശ്രമത്തിൽ നടന്നു. SNDP യോഗം വനിതാ സംഘം ചിറയൻകീഴ് യൂണിയന്റെ നേതൃത്വത്തിൽ ആശ്രമം ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം SNDP യോഗം വനിതാ സംഘം കോഓർഡിനേറ്റർ രമണി ടീച്ചർ വക്കം ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ലതിക പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശ്രമാങ്കണത്തിലെ കൊടിമരത്തിൽ മുതിർന്ന വനിതാ സംഘം കൌൺസിലർമാരായ തങ്കമണി, ഓമന കോട്ടപ്പുറം എന്നിവർ ചേർന്ന് പീത പതാക ഉയർത്തി. തുടർന്ന് കൊടിമരച്ചോട്ടിൽ വനിതാ സംഘം പ്രവർത്തകരുടെ പുഷ്പാർച്ചനയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും നടന്നു. ചിറയൻകീഴ് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് സഭവിള, സെക്രട്ടറി ശ്രീകുമാർ പെരിങ്ങുഴി, യോഗം ഡയറക്ടർ അഴൂർ ബിജു, യൂണിയൻ കൌൺസിലർമാരായ D. ചിത്രാംഗതൻ, C. കൃത്യദാസ്, കുരുക്ഷേത്ര ഗുരുമണ്ഡപ സമിതി ജില്ലാ പ്രസിഡന്റ് ബൈജു തോന്നയ്ക്കൽ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ഷീല സോമൻ, വൈസ് പ്രസിഡന്റ് നിമ്മി ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി ശ്രീജ അജയൻ, ട്രഷറർ ഉദയകുമാരി വക്കം, ആശ്രമം വനിതാ ഭക്തജന സമിതി പ്രസിഡന്റ് ഷീല മനോഹരൻ, അമ്പിളി അശോകൻ, സുനിത സുശ്രുതൻ, ഷെർലി പ്രകാശ്, ശാർക്കര കുരുക്ഷേത്ര വനിതാ ഭക്തജന സമിതി സെക്രട്ടറി ബീന ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് ആശ്രമാങ്കണത്തിലെ ദീപപ്രതിഷ്ഠാ സന്നിധിയിലും കുരുക്ഷേത്ര ശ്രീ സരസ്വതി മണ്ഡപങ്ങളിലും വിശേഷ പൂജകളും നടന്നു. തൊടുപുഴ SNDP യോഗം ഈസ്റ്റ് കലൂർ ശാഖയിലെ ഗുരുദർശനം കുടുംബയോഗം 8ാം വാർഷികം ശാഖാ ഹാളിൽ നടന്നു. ശാഖാ വൈസ് പ്രസിഡന്റ് KR ശശി അധ്യക്ഷനായി. ശാഖാ പ്രസിഡന്റ് KK മനോജ് ഉദ്ഘാടനം നിർവഹിച്ച ശാഖാ സെക്രട്ടറി EN രമണൻ സ്വാഗതം പറഞ്ഞു. പ്രമോദ് തമ്പി ഗുരുദർശന പ്രഭാഷണം നടത്തി. പ്രാർത്ഥനാ സമർപ്പണ ശേഷം അമൃതഭോജനവും ഉണ്ടായിരുന്നു.
പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയനിൽ SNDP യോഗത്തിന്റെ 122ാമത് ജന്മദിനാഘോഷവും പോഷക സംഘടനകളുടെ പുനഃസംഘടനയും നടന്നു. യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്ലക്കൽ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പിറന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം പോഷക സംഘടനകളായ യൂണിയൻ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും കുമാര സംഘത്തിന്റെയും പുനഃസംഘടനയും നടന്നു. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റായി മിനി മധു, വൈസ് പ്രസിഡന്റായി ഷിജി KR, സെക്രട്ടറിയായി സന്ധ്യ രഘു, ട്രഷററായി മിനി ശ്രീകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റായി സന്തോഷ് വയലിൽ, വൈസ് പ്രസിഡന്റായി സനീഷ് കുപ്പമലയിൽ, സെക്രട്ടറിയായി അജീഷ് കല്ലാർ, ജോയിന്റ് സെക്രട്ടറിമാരായി വിനീഷ് വിജയൻ, മനോജ് CS എന്നിവരെയും തിരഞ്ഞെടുത്തു. സൈബർ സേന ചെയർമാനായി നിജമോൻ ബാബു, കൺവീനർമാരായി അമ്പിളി ജയൻ, അഖിൽ MC, അനന്തു വിജയൻ, രതീഷ് ഞഞ്ഞിലത്ത് എന്നിവരെയും, കുമാരി സംഘം പ്രസിഡന്റായി ചൈതന്യ മൻ, വൈസ് പ്രസിഡന്റായി സാന്ദ്ര സാബു, സെക്രട്ടറിയായി അഞ്ജു ഉദയകുമാർ എന്നിവരെയും, കുമാരസംഘം പ്രസിഡന്റായി അതുൽ ഷിജു, വൈസ് പ്രസിഡന്റായി സുമിത് ഉദയഗിരി, സെക്രട്ടറിയായി മിഥുൻ കോമ്പയാർ, ജോയിന്റ് സെക്രട്ടറിയായി നന്ദു നിനി എന്നിവരെയും തെരഞ്ഞെടുത്തു. യൂണിയൻ കൗൺസിലർമാരായ CM ബാബു മധു, കമലാലൻ ജയൻ കല്ലാർ, ഹരേഷ് ചിന്നാർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശാന്തമ്മ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം പൂമാല ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ 13ാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം നടത്തി. ശാഖാ പ്രസിഡന്റ് അനിൽ രാഘവന്റെ അധ്യക്ഷതയിൽ യൂണിയൻ വൈസ് ചെയർമാൻ BB സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവ കമ്മിറ്റി രക്ഷാധികാരിയായി PR രാജു പുതിയപറമ്പിൽ, ചെയർമാനായി സുരേഷ് നടക്കൽ, കൺവീനറായി ബൈജു പെരുമാനൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ശാഖാ സെക്രട്ടറി ഭാസ്കരൻ G കൊല്ലിയിൽ സ്വാഗതവും ക്ഷേത്രം മേൽശാന്തി ബൈജു ഇടമറുക അനുഗ്രഹ പ്രഭാഷണവും നടത്തി. വത്സമ്മ പ്രഭാകരൻ, ദിലീപ് PD, രേഖ അർജുൻ, രഞ്ജിത്ത് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനവും നടത്തി. ഈ ആഴ്ചയിലെ സൺഡേ റൗണ്ട് അപ്പ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.